വെള്ളമിറങ്ങി തുടങ്ങിയതോടെ ആറന്മുളയിലെ കടകളൊക്കെ തുറന്നു. പല കടകളിലും ഹോട്ടലുകളിലും വലിയ നഷ്ടമാണ് ഉണ്ടായത്. ആറന്മുള വഴിയുള്ള ബസ് സർവീസുകളും പുനരാരംഭിച്ചിട്ടുണ്ട് പലതും. രജീഷ് നരിക്കുനി കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, എന്താണ് ആറന്മുളയിലെ ഇപ്പോഴത്തെ ഈ ദിവസത്തെ സ്ഥിതി എന്താണ്? നിഷാദ്, ആറന്മുളയിൽ ടൗണിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതിനുശേഷമുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. എനിക്ക് പുറകിൽ കാണുന്നൊരു ഹോട്ടലാണ്. അത് ഇനി എങ്ങനെ പുനഃസ്ഥാപിക്കുമെന്നൊരു ആശങ്ക ആ ഉടമകൾക്കുണ്ട്. കാരണം വലിയ രീതിയിൽ വെള്ളം കയറുകയും ചെളിയടക്കം അടിഞ്ഞുകൂടി ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഹോട്ടൽ നടത്തുന്ന ചേട്ടൻ നമുക്കൊപ്പം ശരിയാണ്. ചേട്ടാ, ശനിയാഴ്ച വെള്ളം കയറിയതാണല്ലേ ഇവിടെ? ശനിയാഴ്ച കയറിയതാണ്. ഒരു രാവിലെ ഒരു 12-11 മണിയായപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മാറ്റി. അപ്പോഴത്തേക്ക് നല്ല ഫോഴ്സായി വെള്ളത്തിന്. പിന്നെ വണ്ടി വരാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. അതുകൊണ്ട് സാധനങ്ങളെല്ലാം അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഗോർമയുടെ സാധനങ്ങളും ഓവണും നല്ല കാര്യങ്ങളും അകത്തിരിക്കും. ഒത്തിരി നഷ്ടമാണ്, ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ അകത്ത് കയറി കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് മൊത്തം ചളി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? ചെളിയായിട്ട് എല്ലാം വെള്ളത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ഥാപനം ഒരു 10-15 പേര് ഇതുകൊണ്ട് കഴിയുന്നതുണ്ട്. അവരെല്ലാം ഓരോരുത്തരൊക്കെ ലോൺ എടുത്തതും എല്ലാം ഇത് കൊണ്ട് കഴിയുന്നത്. അപ്പം അവർക്കെല്ലാം ഇനി ഇതിനെയൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപ ചിലവാണെന്നറിയോ? അതുപോലെ തന്നെ എത്ര ദിവസം പോകും. ഇപ്പം ഉള്ളിലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പം പുതിയതായിട്ട് വാങ്ങി വെക്കേണ്ടി വരും? ഇനി കുറേ സാധനങ്ങൾ പുതിയതായിട്ട് വലിച്ചു വെക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഓവണൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. 3-3.5 ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഇനി പുതിയതായിട്ട് വാങ്ങേണ്ടി വരും. അതെല്ലാം കമ്മാൻഡായി കാണും. ഇപ്പം ശനിയാഴ്ച മുതൽ വെള്ളം കയറിയാണ്. ഇപ്പോഴും ചളിയുണ്ട്. ഇനിയിപ്പം തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാം ഒരടി താഴെ വെള്ളം നിൽക്കുകയാണ്. ഒരടി താഴത്തിൽ ഇപ്പോഴും വെള്ളം നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അകത്തൊന്നും കയറിയൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇവിടെ പുറത്തെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആളെ വിളിച്ചെല്ലാം ശരിയാക്കണം. അതിന് തന്നെ 2-3 ദിവസമൊക്കെ വരും. അപ്പോൾ പൂർണ്ണമായി ഇനി ഹോട്ടൽ തുറന്ന് പുറത്തേക്ക് ഇനി കുറേ ദിവസങ്ങൾ എടുക്കും. കുറേ ദിവസങ്ങൾ, ഒരാഴ്ചയെങ്കിലും ആവും തുറന്ന് പ്രവർത്തിക്കാൻ. അങ്ങനെ ആവും. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏകദേശം എത്രത്തോളം വെള്ളം കയറിയിരുന്നു? നമ്മളിപ്പോൾ നിൽക്കുന്ന ആറന്മുള ടൗണിലാണ്. എത്രത്തോളം വെള്ളം കയറിയിരുന്നു? ഇവിടെ അരയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. അരയ്ക്ക് മുകളിലുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇറങ്ങിയല്ലേ? ഇന്നലെ രാത്രിയോട് കൂടിയാണ് അഴിഞ്ഞത്. നിഷാദ്, നമുക്ക് അറിയാം തൊട്ട് താഴെ ഇപ്പോൾ ഹോട്ടൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു അളവ് നമുക്ക് കാണാൻ കഴിയും. അതിനേക്കാൾ ഏകദേശം 6 അടി ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നൊരു പ്രദേശമാണ്. അവിടെ ചെറിയ രീതിയിൽ ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ക്ലീനാക്കി എടുക്കലും ഒക്കെ തന്നെ വലിയ ആശങ്കയാണ്. നേരത്തെ നമ്മളിവിടെ പല കടക്കാരോടും സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, വലിയ ഈ അപ്പുറത്തുള്ള കടകളൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി തുറന്ന് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ എന്ന്. കാരണം 2018 ഒരു പ്രളയത്തിന് ശേഷം എല്ലാം സ്വരുക്കൂട്ടി കൊണ്ടുവരുന്ന സമയത്താണ് ഈ വീണ്ടും ഒരു പ്രളയം വരികയും വലിയ രീതിയിൽ നഷ്ടമുണ്ടാകുകയും ചെയ്തിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് ആറന്മുള പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറന്മുള റാന്നി പ്രദേശങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് വെള്ളം കയറി തിക്കുന്നതും. അത് വ്യാപാരികൾക്ക് അപാരമായ നഷ്ടം 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ യാതൊരുവിധമായ അതിന് പരിഹാരങ്ങളൊന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൻഷുറൻസ് ആണെങ്കിൽ പോലും പകുതി പോലും ഉള്ളവർക്ക് പോലും അത് അവർ 25% പോലും തരാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പലവിധ കഷ്ടങ്ങളിലാണ് വ്യാപാരികൾ മുന്നോട്ട് പോകുന്നത്. ഐസ്ക്രീംകാരൊക്കെ ആണെങ്കിൽ കച്ചവടം, സൂപ്പർ മാർക്കറ്റ് അതുപോലെ കൊച്ചു ഐസ്ക്രീം കടകളൊക്കെ ആണെങ്കിൽ മുഴുവനും 10-30,000 രൂപയുടെ ഐസ്ക്രീമൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫ്രിഡ്ജുകളെ, അതുപോലെ മറ്റുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളെ, ഇതുപോലുള്ള കമ്പ്യൂട്ടറുകളെ, ഇതെല്ലാം എല്ലാ വെള്ളത്തിൻ്റെ കെടുതിയിലും നഷ്ടപ്പെടും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിന്നൽ പ്രളയം പോലെ പെട്ടെന്ന് ശനിയാഴ്ച രാവിലെ 7 മണിയോടുകൂടി 8 മണിയോടുകൂടി കറണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ. അത് കഴിഞ്ഞ് 11:30-12:30 ആയിട്ടാണ് ആറന്മുള 2 അടി വെള്ളം പൊങ്ങുന്നത് തന്നെ. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വൈദ്യുശക്തി കട്ട് ചെയ്ത് തന്നെയാണ് വീട്ടുകാർക്കും വ്യാപാരികൾക്കും ഒക്കെ വളരെയേറെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അതിന് ഗവൺമെൻറ് എല്ലാവർക്കും തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾ വ്യാപാരി വ്യവസായികളുടെ ഒരു ആവശ്യം. അത് പരിഗണിക്കണം. തക്കതായ രീതിയിൽ റാന്നി കൊടുക്കുന്ന പോലെ ആറന്മുളയിലും മുഖ്യമന്ത്രി ഇടപെട്ട് അത് കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഒരിക്കലും ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടപോലെ കാണാതെ ഈ പ്രാവശ്യമെങ്കിലും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പാരിതോഷികം കിട്ടണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ വരെ ഞങ്ങൾക്ക് പോലും ഇവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അവിടെ വെള്ളം കയറിയിട്ടൊക്കെ. ഇന്നിപ്പോൾ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പോൾ? നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ കൂടുതലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കടകളിൽ മൊത്തം വെള്ളം കയറി വളരെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ വീട് തൊട്ടടുത്ത് ഇത് തന്നെയാണ്. ഞാൻ ഹോം സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ തന്നെ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങി 2 ദിവസമായിട്ട് വള്ളത്തേലായാലും രോഗികളെ കൊണ്ടുപോകാനും മരുന്ന് വാങ്ങിക്കാനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫോൺ കോള് എടുക്കാൻ സമയമില്ല, അതുപോലത്തെ കോളുകൾ വരുന്നുണ്ട്. ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മളത് വേണ്ട. ഇപ്പോഴും ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം വെള്ളം ഇറങ്ങിയ 1-2 വീടുകളുണ്ടെന്ന് പറഞ്ഞു. അത് അവിടെ ശുചീകരണങ്ങളൊക്കെ തുടങ്ങിയോ? ചിലയിടത്തൊക്കെ തുടങ്ങി, ചിലയിടത്തൊക്കെ ആളെ വിട്ടുകൊണ്ടിരിക്കുന്നു, ആളെ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ MLA-യുടെ സജീവമായ പങ്കാളിത്തം ഇവിടെ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കും ആഹാരം കൊടുക്കുന്നതിലും ഒക്കെ അദ്ദേഹമൊക്കെ വളരെ 2-3 ദിവസം വളരെ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും. രക്ഷാപ്രവർത്തനം തിരിച്ചു പോകുമ്പം വാഹനം ഇടപെട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സഹതപിക്കുകയല്ല, അതെന്തോ ചെയ്യും. കാര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുണ്ടായി. മൊമെന്റിൽ വെച്ച് പരിക്കുണ്ടായെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ആറന്മുളയെ സംബന്ധിച്ച് അദ്ദേഹം 2-3 ദിവസം അദ്ദേഹവും എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വളരെയേറെ ഒരുപാട് കഷ്ടപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി ആഹാരവും ഇല്ലാത്തവർക്ക് കൊണ്ട് കൊടുക്കുകയും അവരെ ഷെൽട്ടറുകളിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. വളരെ സഹായകരമായ ഗവൺമെൻറ് ഇടപെടലുണ്ടായി. എന്നാൽ മുന്നോട്ടുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളെ ഗവൺമെൻറ് ഒന്നുകൂടെ പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. നമുക്ക് ഇപ്പോൾ ആറന്മുളയുടെ ഒരു ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇവിടെ എനിക്ക് ഒപ്പം ഇതിന് മുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അരയ്ക്ക് മുകളിലൊക്കെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇറങ്ങിയത് ആറന്മുളയിൽ. അതിനുശേഷം ഇന്ന് ആറന്മുളയിൽ ബസ് സർവീസുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആറന്മുള വഴി കടന്നു പോകുന്ന എല്ലാ ഭാഗത്തേക്കുള്ള ബസ് സർവീസുകൾ ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ ഇന്ന് കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ നമുക്ക് ബോട്ടിലായിരുന്നു ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്തിരുന്നത്. വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാത്ത തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി വെള്ളം കുറയുകയും ഇന്നു മുതൽ വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തൊട്ടപ്പുറത്താണ് ഈ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വയലാണ് തൊട്ടപ്പുറത്തുള്ളത്. ഈ റോഡിന്റെ വലതുവശത്ത് വയലാണുള്ളത്. അവിടെ വലിയ രീതിയിൽ വെള്ളമുണ്ട്. ഇന്നലെ നമ്മൾ അത് ബോട്ടിലൂടെയാണ് അവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ഫയർഫോഴ്സ് സംഘത്തിനൊക്കെ തന്നെ നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ചു. അവിടെ ഇലക്ട്രിക് പോസ്റ്റ് അടക്കം മുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ വെള്ളം നമുക്ക് ഈ വയലിൽ കാണാൻ കഴിയാം. ഇത് ഒരുപക്ഷെ ഒരാഴ്ചക്ക് എടുക്കും ഇതിൽ നിന്നും ഇറങ്ങാനെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് ഈ വയലിൻ്റെ തൊട്ടപ്പുറത്ത് കരയാണ്. അവിടെ നിരവധി വീടുകളുണ്ട്. പക്ഷേ അവർക്ക് നടന്നു പോകണമെങ്കിൽ തൊട്ടപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ട റോഡിലൂടെ അങ്ങോട്ട് പോകണമെങ്കിൽ 4 അടിയോളം വെള്ളം കുറച്ചപ്പുറത്ത് ഭാഗങ്ങളുണ്ട്. അതുകൂടെ ഇറങ്ങിയാൽ മാത്രമേ പൂർണ്ണ തോതിലേക്ക് മറുകരയിലേക്ക് എത്തി ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഈ ബോട്ട് സർവീസ് തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ നിലവിൽ മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണ്. ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിലും രാവിലെ മുതൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കാര്യമായ രീതിയിൽ മഴയില്ലാത്ത വലിയൊരു ആശ്വാസം തന്നെയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വെള്ളം ഇത് കുറഞ്ഞാൽ മാത്രമേ മറുകരയിലേക്ക് ആളുകൾക്ക് പോകാനും ഒപ്പം തന്നെ മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ പുറത്തിറക്കി വാങ്ങിക്കാനൊക്കെ കഴിയും. വിവരങ്ങളാണ് രജീഷ് നരിക്കുനി പങ്കുവച്ചത്. അവിടെയും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ബെറ്ററായി വരുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ കാണേണ്ട കാര്യം.